الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم لك الحمد بالإسلام ولك الحمد بالإيمان ولك الحمد بالقرآن اللهم لك الحمد لكل نعمة أنعمت علينا من جديد أو قديم من سر أو علانية من ظاهر أو باطن كبت عدونا وأظهرت أمننا وأحسنت معافاتنا ومن كل ما سألناك ربنا أعطيتنا فلك الحمد حتى ترضى أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون പ്രിയ സഹോദരന്മാരെ, സഹോദരികളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടും അവന്റെ വിധിവിലക്കുകൾ മാനിച്ചും ജീവിക്കുവാൻ എന്നോടും നിങ്ങളോടും വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹുവേ, ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും ഇണകളെയും സന്തതികളെയും സത്യവിശ്വാസികളെയും പരലോകത്ത് പ്രവാചകന്മാർ, സിദ്ദീഖുകൾ, സാലിഹീങ്ങൾ, ശുഹദാക്കന്മാർ ഇവരോടൊപ്പം നീ ഒരുമിച്ച് സ്വർഗത്തിൽ കൂട്ടിച്ചേർക്കണമേ. അല്ലാഹുവേ, അവരുടെ ഖബറുകളിൽ നീ വെളിച്ചം നൽകണമേ. അല്ലാഹുവേ, അവരുടെ ഖബറുകളിൽ സ്വർഗത്തിലേക്കുള്ള ഒരു വാതിൽ നീ തുറന്നു കൊടുക്കണമേ. ഖിയാമത്തു നാൾ വരെ സ്വർഗീയമായ അനുഭവങ്ങളും അനുഭൂതികളും ആസ്വദിച്ചുകൊണ്ട് കഴിയുവാനുള്ള മഹാഭാഗ്യം അവർക്ക് നീ കനിഞ്ഞേകുകയും ചെയ്യണമേ. അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ മുസ്ലിംകളായി ജീവിക്കുവാൻ നമുക്ക് സാധിക്കുന്നു. ലോകത്തുള്ള കോടിക്കണക്കായ ജനങ്ങൾ അശാന്തിയുടെയും നിരാശയുടെയും മോഹഭംഗത്തിന്റെയും മാനസികമായ പിരിമുറുക്കത്തിന്റെയും ഇരുട്ടുകളിൽ കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലാഹുവിലുള്ള വിശ്വാസത്തിന്റെ വെളിച്ചത്താൽ ശാന്തിയോടും സമാധാനത്തോടും ജീവിക്കുവാൻ നമുക്ക് കഴിയുന്നു എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ എടുത്തോതേണ്ട ഒരനുഗ്രഹം. ജീവിക്കുവാനുള്ള മത്സരത്തിൽ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കേവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹത്തെ സംബന്ധിച്ച് പലപ്പോഴും നാം മറന്നുപോകുന്നു എന്നുള്ളതാണ് നേര്. ഈ അനുഗ്രഹങ്ങൾ എല്ലാ സന്ദർഭത്തിലും ഓർക്കുകയും
അള്ളാഹുവിനോട് നന്ദി പ്രകടിപ്പിച്ച് വിനയാന്യതരായി ജീവിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് മുസ്ലിംകൾ, സത്യവിശ്വാസികൾ എന്ന നിലയിൽ നമ്മുടെ ധർമ്മം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഒരിക്കൽ സൂചിപ്പിച്ചു, മൻ അസ്ബഹ ആമിനൻ ഫീ സിർബിഹി മുആഫൻ ഫീ ജസദിഹി വഇൻദഹു ഖൂതു യൗമിഹി ഫഖദ് ഹീദത് ലഹു ദുനിയ ബിഹദാഫിരിഹാ. അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ എത്രമാത്രം മഹത്തരമാണ് എന്ന് സൂചിപ്പിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനങ്ങളിൽ ഒന്നാണിത്. ഒരാൾ നിർഭയനായി തന്റെ സമൂഹത്തിൽ പ്രഭാതത്തെ എതിരേൽക്കുന്നു. പ്രഭാതത്തെ എതിരേൽക്കുമ്പോൾ ശാരീരികമായ അവശതകളൊന്നുമില്ലാതെ ആരോഗ്യത്തോടുകൂടി ഇരിക്കുവാൻ കഴിയുന്നു. അന്ന് വൈകുന്നേരമാകുന്നതുവരെ ജീവിക്കുവാനുള്ള ഭക്ഷണം അവനെ സംബന്ധിച്ചിടത്തോളം കിട്ടുമെന്ന കാര്യം ഉറപ്പാണ്. ഈ മൂന്ന് കാര്യങ്ങളും ഒരു വ്യക്തിക്ക് കരഗതമായി കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഇഹലോകം മുഴുവനും അവന് കൈവശപ്പെടുത്തി കൊടുത്തിരിക്കുന്നു എന്നാണ് അവൻ മനസ്സിലാക്കേണ്ടത്. അതിന് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് ജീവിക്കുവാനാണ് വാസ്തവത്തിൽ നാം ശ്രമിക്കേണ്ടത്. കിട്ടാത്ത കാര്യങ്ങളെ സംബന്ധിച്ചല്ല, കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് താൻ നന്ദി പ്രകടിപ്പിക്കുന്നുണ്ടോ എന്ന ആത്മവിചാരണയോടുകൂടിയാണ് ഒരു സത്യവിശ്വാസിയുടെ നിമിഷങ്ങൾ ഓരോ ദിവസവും കഴിഞ്ഞു പോകേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിഷ്കർഷിച്ചിട്ടുണ്ട്. എന്താണ് വാസ്തവത്തിൽ നാം ഓരോരുത്തരുടെയും ലക്ഷ്യം? കുടുംബത്തിൽ സമാധാനം വേണം, സമൂഹത്തിൽ ശാന്തി വേണം, രാജ്യത്ത് പ്രയാസങ്ങളും പ്രശ്നങ്ങളുമില്ലാതെ ജീവിക്കുവാൻ ആവശ്യമായ ഒരു അന്തരീക്ഷം ഉണ്ടാകണം. ഇവയുടെയെല്ലാം അവസാനം ഇഹലോകത്തും പരലോകത്തും സന്തോഷകരമായ ജീവിതം സ്വായത്തമാവണം. ഇതാണ് വാസ്തവത്തിൽ ഓരോ വ്യക്തിയുടെയും മനസ്സിന്റെ ആഴങ്ങളിൽ കുടികൊള്ളുന്ന ആഗ്രഹവും അഭിലാഷവും എന്ന് നാം മനസ്സിലാക്കുന്നു. എന്താണ് ഈ വിഷയത്തിൽ ഇസ്ലാമിക വീക്ഷണം? ജീവിത വിജയത്തെ സംബന്ധിച്ച് ഭൗതിക പ്രത്യയശാസ്ത്രങ്ങളും ഭൗതിക സിദ്ധാന്തങ്ങളും മനുഷ്യന്റെ മുമ്പിൽ നാനാവിധം കാഴ്ചപ്പാടുകൾ ഉണ്ടാക്കി വച്ചിട്ടുണ്ട്. പക്ഷേ ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ ചിന്തിക്കുവാൻ ബാധ്യസ്ഥനായ സത്യവിശ്വാസിയുടെ മനസ്സിൽ എല്ലാ സന്ദർഭത്തിലും ഉണ്ടാവേണ്ട ഒരു വലിയ പ്രമാണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി നൽകിയിട്ടുണ്ട്. അർബഉൻ മൻ ഉതിയഹുന്ന ഫഖദ് ഊതിയ ഖൈറയ ദുനിയ വൽ ആഖിറ. 4 കാര്യങ്ങൾ. ഈ 4 കാര്യങ്ങൾ ഒരാൾക്ക് നൽകപ്പെട്ടാൽ ഇഹലോകത്തെയും പരലോകത്തെയും എല്ലാ നന്മകളും അല്ലാഹു അയാൾക്ക് വാരിക്കോരി കൊടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രസ്താവനയാകുന്നു ഇത്. 4 കാര്യങ്ങൾ ഒരാൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ഇഹലോകത്തെയും പരലോകത്തിലെയും മുഴുവൻ നന്മകളും അയാൾക്ക് ലഭിച്ചു കഴിഞ്ഞു. ലിസാനൻ ദാക്കിറൻ, അല്ലാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കുന്ന, അല്ലാഹുവിന്റെ ദിക്റിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന, എപ്പോഴും അല്ലാഹുവിനെ സ്മരിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലാഹുവിനെ സങ്കീർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലാഹുവിനെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നാവ്. വഖൽബൻ ഷാകിറൻ, അല്ലാഹുവിന് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഹൃദയം. എല്ലാ സന്ദർഭത്തിലും, തന്നിലും കുടുംബത്തിലും കുട്ടികളിലും സമൂഹത്തിലും മാതാപിതാക്കളിലും ബന്ധുമിത്രാദികളിലും അല്ലാഹു വാരിക്കോരി നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളെ സംബന്ധിച്ചോർത്തുകൊണ്ട് നന്ദിയോടുകൂടി ജീവിക്കുന്ന ഒരു ഹൃദയം ഒരു മനുഷ്യന് സ്വായത്തമായാൽ അയാൾക്ക് അല്ലാഹു ദുനിയാവിലെയും ആഖിറത്തിലെയും നന്മകൾ നൽകിക്കഴിഞ്ഞു. വബദനൻ അലൽ ബലാഇ സാബിറ, പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മഹാവ്യാധികളും തീരാരോഗങ്ങളും അലട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അവയെല്ലാം
അതിജീവിച്ച് ഈ പരീക്ഷണങ്ങളിൽ വിജയിക്കുവാൻ പാകത്തിൽ ക്ഷമയും സഹനവുമുള്ള ഒരു ശരീരം ഒരാൾക്ക് നൽകപ്പെട്ടാൽ അയാൾക്ക് ദുനിയാവിലെയും ആഖിറത്തിലെയും നന്മകൾ അല്ലാഹു കൊടുത്തു. വസൗജതൻ സാലിഹതൻ ലാ തഖൂനു ഫീ നഫ്സിഹാ വമാ ലിസൗജിഹി. തന്റെ ശരീരത്തിന്റെ വിഷയത്തിൽ വഞ്ചന കാണിക്കാത്ത, ഭർത്താവിന്റെ ധനത്തിൽ ഒരിക്കലും ചതിപ്രയോഗം നടത്താത്ത, വിശ്വസ്തയോടും സൽഗുണ സമ്പന്നതയോടും ജീവിക്കുന്ന സാലിഹത്തായ ഒരു ഭാര്യ. ഈ 4 കാര്യങ്ങൾ ഒരാൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ഇഹലോകത്തിലെയും പരലോകത്തിലെയും നന്മകൾ അള്ളാഹു നൽകിക്കഴിഞ്ഞു എന്നാണ് അയാൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു അനുഗ്രഹിച്ച് ഈ ഖുതുബയിൽ ഈ 4 കാര്യങ്ങൾ സംക്ഷിപ്തമായി വിവരിക്കുവാനാണ് നാം ഉദ്ദേശിക്കുന്നത്. അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. സത്യവിശ്വാസികളെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞത് അവർ അള്ളാഹുവിനെ കൂടുതൽ കൂടുതലായി ഓർക്കുന്നവരാണ് എന്ന്. എപ്പോഴും അള്ളാഹുവിനെ കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കും. എല്ലാ അടക്കങ്ങളിലും അനക്കങ്ങളിലും, എല്ലാ വ്യവഹാരങ്ങളിലും ഇടപാടുകളിലും, എല്ലാ സംസാരങ്ങളിലും സമ്പർക്കങ്ങളിലും, എല്ലാ സമീപനങ്ങളിലും കാഴ്ചപ്പാടുകളിലും അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മ അവരെ ഭരിച്ചുകൊണ്ടിരിക്കും. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ദുക്റുല്ലാഹ ദിക്റൻ കസീറ വസബ്ബിഹൂഹു ബുക്റതൻ വഅസീല. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ അധികമധികമായി ഓർത്തുകൊണ്ടിരിക്കണം. എപ്പോഴും എപ്പോഴും നിങ്ങളെ ഭരിക്കുന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റായിരിക്കണം. ആ ദിക്റിന്റെ അന്തരീക്ഷത്തിലാണ് വാസ്തവത്തിൽ നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കേണ്ടത്. എപ്പോഴും മനുഷ്യന്റെ മനസ്സിൽ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മയായിരിക്കണം. പ്രഭാതത്തിലും പ്രദോഷത്തിലും അവന്റെ കഴിവുകൾ, അവന്റെ പരിശുദ്ധി വാഴ്ത്തിക്കൊണ്ടായിരിക്കണം നിങ്ങൾ ജീവിക്കേണ്ടത്. കപടവിശ്വാസികളെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അവരെപ്പോഴും അള്ളാഹുവിനെ ഓർക്കുകയില്ല. വളരെ കുറഞ്ഞ സന്ദർഭങ്ങളിൽ മാത്രമേ അള്ളാഹു അവർക്ക് ചിന്താ വിഷയമാവുകയുള്ളൂ. യുറാഊനന്നാസ, അവർ ജനങ്ങളെ കാണിക്കുവാൻ വേണ്ടിയാകുന്നു വാസ്തവത്തിൽ വിശ്വാസത്തിന്റെ വരുതിയിൽ ജീവിക്കുന്നത്. വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീല, അവർ അള്ളാഹുവിനെ വളരെ കുറച്ച് മാത്രമേ ഓർക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രസ്താവിക്കുന്ന ഖുദ്സിയായ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോട് അരുളി ചെയ്തു, എന്റെ ദാസൻ അവന്റെ മനസ്സിൽ എന്നെ ഓർത്താൽ ഞാൻ എന്റെ മനസ്സിൽ അവനെയും ഓർക്കും. ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല. അല്ലദീ യറാക ഹീന തഖൂം വതഖല്ലുബക ഫിസ്സാജിദീൻ. അല്ലദീ യറാക ഹീന തഖൂം, നമസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കോടിക്കണക്കായ ജനങ്ങൾ നാനാഭാഗത്തും നാനാ ലോകത്തിന്റെ നാനാ അതിരുകളിൽ അള്ളാഹുവിനെ വാഴ്ത്തി നമസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അല്ലദീ യറാക ഹീന തഖൂം, നിന്ന് നമസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിന്നെ വ്യക്തിപരമായി കണ്ടുകൊണ്ടിരിക്കുന്ന അള്ളാഹു. വതഖല്ലുബക ഫിസ്സാജിദീൻ, കോടിക്കണക്കായ ജനങ്ങൾ സാഷ്ടാംഗത്തിൽ വീണുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന പ്രദേശത്തെ ഇന്ന വ്യക്തി അള്ളാഹുവിന് സാഷ്ടാംഗം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് തിരിച്ചറിയുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല. ഓർക്കുക, ഒരിക്കലും വാസ്തവത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ, ആരാധനാ കർമ്മങ്ങൾ, നമസ്കാരം വെറുതെയാകുന്നില്ല. അഖ്മിസ് സ്വലാത്ത ലിദിക്രി, എന്നെ ഓർക്കുവാൻ വേണ്ടി നീ നമസ്കരിക്കണം എന്ന് മൂസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു കൽപ്പന കൊടുത്തു. അങ്ങനെയുള്ള മനുഷ്യൻ അവന്റെ മനസ്സിൽ എന്നെ ഓർത്താൽ ഞാൻ അവനെ എന്റെ മനസ്സിൽ ഓർക്കും, അല്ലാഹുവാണ് പറയുന്നത്. ഒരു സദസ്സിൽ അവൻ എന്നെ അനുസ്മരിച്ചു കഴിഞ്ഞാൽ അതിനേക്കാൾ വിശിഷ്ടമായ സദസ്സിൽ ആകാശലോകത്ത് പ്രവാചകന്മാരുടെ ആത്മാക്കൾ കുടികൊള്ളുന്ന മഹത്തായ അർശിന്റെ സന്നിധിയിൽ മലക്കുകളുടെ സന്നിധാനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഓർക്കും. ഇതിനേക്കാൾ കവിഞ്ഞ ഒരു സ്ഥാനം ഒരു സത്യവിശ്വാസിക്ക് വാസ്തവത്തിൽ ലഭിക്കുവാൻ എന്തിരിക്കുന്നു? അതാണ് സത്യവിശ്വാസികളെ കുറിച്ച് പറഞ്ഞപ്പോൾ യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതില. സത്യവിശ്വാസികളായ ആളുകൾ ഇരുന്നും കിടന്നും നിന്നും
പാർശ്വഭാഗങ്ങളിൽ ചെരിഞ്ഞു കിടന്നും അള്ളാഹുവിനെ എപ്പോഴും എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കും. ഇത് സത്യവിശ്വാസികൾ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന പരിശുദ്ധ ഖുർആനിലെ സൂചനകളാണ്. സമാധാന രംഗത്ത് മാത്രമല്ല, പള്ളിയിലും വീട്ടിലും തെരുവിലും മാത്രമല്ല, യുദ്ധരംഗത്ത് ശത്രുക്കളെ കണ്ടുമുട്ടുമ്പോൾ ആയുധത്തിന്റെ അകമ്പടിയോടുകൂടി ശത്രുക്കളെ നേരിടുന്ന ആ മനസ്സിനപ്പുറം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആത്മബന്ധം സ്ഥാപിക്കുന്ന ദിക്റിന്റെ പ്രപഞ്ചത്തിൽ വ്യാപരിക്കുന്ന സത്യവിശ്വാസി ഒരിക്കലും പരാജയത്തിന്റെ രുചി ആസ്വദിക്കില്ല. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇദാ ലഖീതും ഫിഅതൻ ഫസ്ബുതു, ശത്രുവിഭാഗത്ത് നേരിടേണ്ടി വന്നാൽ നിങ്ങൾ ഉറച്ചു നിൽക്കണം. വദ്കുറുല്ലാഹ കസീറൻ, അല്ലാഹുവിനെ നിങ്ങൾ ആ സന്ദർഭത്തിൽ അധികമായി ഓർക്കണം. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് വിജയമുണ്ടാകുവാൻ അതാവശ്യമാണ്. അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയാണ് നമുക്ക് വാസ്തവത്തിൽ സമാധാനം നൽകുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ മാനസികമായ പ്രയാസങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുമ്പോൾ, മനസ്സിന്റെ പിരിമുറുക്കത്തിൽ നബി തിരുമേനി കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുമ്പോൾ, ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, അരിഹ്നാ ബിസ്സലാത്തി യാ ബിലാൽ, ബിലാലെ നമുക്ക് പോയി നമസ്കരിച്ച് സമാധാനം കണ്ടെത്താം. അള്ളാഹുവിന്റെ ഉമ്മറപ്പടിയിൽ നമ്മുടെ സങ്കടങ്ങളും കണ്ണീരും സമർപ്പിച്ചുകൊണ്ട് പരിഹാരം തേടാം. അരിഹ്നാ ബിസ്സലാത്തി യാ ബിലാൽ, ബിലാലെ അള്ളാഹുവിനോട് ചെന്ന് സങ്കടം പറഞ്ഞ് മനസ്സിന് സമാധാനമുണ്ടാക്കാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളെ സാക്ഷി നിർത്തി ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പറയാറുണ്ടായിരുന്നു. അല്ലദീന ആമനു വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. സത്യവിശ്വാസികളായ ആളുകൾ അവരുടെ ഹൃദയം അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയാൽ സമാധാനം കൊള്ളുന്നു. അറിയുക, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ മാത്രമേ മനുഷ്യന്റെ മനസ്സിൽ ശാന്തി പകരുകയുള്ളൂ. സുമ്മ തലീനു ജുലൂദുഹും വഖുലൂബുഹും ഇലാ ദിക്രില്ലാഹ്, അള്ളാഹുവിന്റെ വചനങ്ങൾ കേട്ട് കഴിയുമ്പോൾ ഹൃദയങ്ങൾ തരളിതമാവുകയും ചർമ്മങ്ങൾ എടുത്തു പിടിക്കുകയും അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയിലേക്ക് ഹൃദയം ഓടിച്ചെല്ലുകയും അള്ളാഹുവിന്റെ മുമ്പിൽ സാഷ്ടാംഗം നമിക്കുകയും ചെയ്യുന്ന ആ മഹത്തായ വികാരം സവിശേഷത സത്യവിശ്വാസികൾക്ക് മാത്രം ആകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ നമ്മുടെ മനസ്സിൽ നിന്ന് തിരോഭവിച്ചാൽ എന്താണ് സംഭവിക്കുക? ആ സന്ദർഭത്തിലാണ് പിശാച് നമ്മെ പിടികൂടുക. മനപ്രയാസങ്ങൾ നമ്മെ അലട്ടിക്കൊണ്ടിരിക്കും. പള്ളിയുടെ മൂലയിൽ പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ടിരിക്കുന്ന സഹാബിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടുമുട്ടിക്കുന്നു. എന്താണ് നിന്റെ പ്രശ്നമെന്ന് ചോദിച്ചപ്പോൾ പറയുന്ന റസൂലെ, ഒരുപാട് കടങ്ങളുണ്ട്, ഒരുപാട് ബാധ്യതകളുണ്ട്, മാനസികമായ പിരിമുറുക്കമുണ്ട്, പോറ്റാനുള്ള കുടുംബമുണ്ട്, മുമ്പോട്ടുള്ള വഴിയടഞ്ഞിരിക്കുന്നു, ഞാൻ കടങ്ങളാൽ പൊറുതിമുട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബിയെ വിളിച്ചുകൊണ്ട് പറയുന്നു, ഉമാമ, അബൂ ഉമാമ, അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പറയുന്നു, ഞാൻ നിനക്ക് ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു തരാം. നീ പ്രഭാതത്തിലും വൈകുന്നേരവും ആ പ്രാർത്ഥന ചൊല്ലു, അള്ളാഹു നിന്റെ പ്രയാസങ്ങൾ ലഘൂകരിച്ചു തരും. എന്താണ് ആ പ്രാർത്ഥന? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഗമ്മി വൽ ഹുസ്ൻ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജ്സി വൽ കസൽ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ജുബ്ലി വൽ ബുഖൽ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഗലബത്തി ദൈനി വശമാതത്തിൽ അദാഇ വഖഹരിർ റിജാൽ. ഞാനും നിങ്ങളും ഈ കാലഘട്ടത്തിൽ എല്ലാ സന്ദർഭത്തിലും നടത്തിക്കൊണ്ടിരിക്കേണ്ട പ്രാർത്ഥന, അല്ലാഹുവേ, ദുഃഖത്തിൽ നിന്നും വ്യഥയിൽ നിന്നും സങ്കടത്തിൽ നിന്നും മനസ്സിന്റെ പിരിമുറുക്കത്തിൽ നിന്നും എല്ലാത്തരം പ്രയാസങ്ങളും നീ എന്നെ കാത്തുരക്ഷിക്കണമേ. ഭീരുത്വത്തിൽ നിന്നും ദൗർബല്യത്തിൽ നിന്നും നീ എന്നെ കാത്തുരക്ഷിക്കണമേ. കടത്തിന്റെ പെരുപ്പത്തിൽ നിന്നും എന്റെ പ്രയാസങ്ങൾ കണ്ട് ശത്രുക്കൾ സന്തോഷിക്കുന്ന അവസ്ഥയിൽ നിന്ന് നീ എന്നെ കാത്തുരക്ഷിക്കണമേ. നോക്കൂ നിങ്ങൾ, ഇതിനേക്കാൾ വിശിഷ്ടമായ ഒരു പ്രാർത്ഥന എന്തുണ്ട്? കുറെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ സഹാബിയെ നബി തിരുമേനി കണ്ടുമുട്ടുന്നു. കൈഫ തജിദു നഫ്സക്, എന്താണ് നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് ചോദിച്ചപ്പോൾ ആ സഹാബി പറയുന്നു, റസൂലേ, ഞാൻ ആ പ്രാർത്ഥന പഠിച്ചു, ഉരുവിട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ മനസ്സിന്റെ പിരിമുറുക്കങ്ങൾ മാറ്റിത്തന്നു, എന്റെ കടങ്ങൾ വീട്ടി, ഞാനിതാ ധീരതയോടുകൂടി ജീവിക്കുവാൻ തയ്യാറായി വന്നിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സാക്ഷിയാക്കിക്കൊണ്ട് ആ സഹാബി പറയുന്നു. അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ തിരോഭവിച്ചു കഴിഞ്ഞാൽ അറിയണം,
വമൻ യഅശു അൻ ദിക്രിർ റഹ്മാനി നുഖയ്യിദ് ലഹു ശൈത്താനൻ വഹുവ ലഹു ഖരീൻ. അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ കൈവിട്ട് ഒരാൾ ജീവിച്ചു കഴിഞ്ഞാൽ ഒരു പിശാചിനെ അല്ലാഹു അയാൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും. ആ പിശാചായിരിക്കും പിന്നെ ജീവിതത്തിൽ അയാളുടെ കൂട്ടുകാരൻ. അവനെ ഇരുട്ടിലേക്ക് വഴി കാണിച്ചുകൊണ്ടിരിക്കും. വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലൻകാ. എന്നെക്കുറിച്ചുള്ള ഓർമ്മ കൈവിട്ട് ഒരാൾ ജീവിച്ചു കഴിഞ്ഞാൽ കുടുസായ ജീവിതമാണ് അയാൾക്കുണ്ടാവുക. എവിടെ നോക്കിയാലും പ്രയാസങ്ങൾ, എവിടെ നോക്കിയാലും ബുദ്ധിമുട്ടുകൾ, എങ്ങോട്ട് തിരിഞ്ഞാലും പ്രാരാബ്ധങ്ങൾ, എങ്ങോട്ട് നോക്കിയാലും ശത്രുക്കളുടെ മുഖങ്ങൾ. ഇത് മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. പക്ഷേ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ അല്ലാഹുവിന്റെ സാന്നിധ്യം, അവന്റെ സഹായം, അവന്റെ സാമീപ്യം തന്നോടൊപ്പമുണ്ട് എന്നൊരു മനുഷ്യൻ മനസ്സിലാക്കുകയാണെങ്കിൽ അവനെ അധീരനാക്കുവാനും അവനെ ഭീരുവാക്കുവാനും അവനെ നിരാശതയുടെ കയങ്ങളിൽ അകപ്പെടുത്തുവാനും ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല. ഇതാണ് ഇസ്ലാമിന്റെ ജീവിത വീക്ഷണം. രണ്ടാമത് പറയുന്നു വഖൽബൻ ഷാകിറൻ, അല്ലാഹുവിന് നന്ദി ചെയ്യുന്ന ഹൃദയം. ഫദ്കുറൂനി അദ്കുറുക്കും വഷ്കുറൂ ലീ വലാ തക്ഫുറൂൻ. ദിക്റും ശുക്റും പരിശുദ്ധ ഖുർആനിൽ ഒന്നിച്ച് പറഞ്ഞ സ്ഥലമാകുന്നു ഇത്. ഫദ്കുറൂനി അദ്കുറുക്കും, നിങ്ങളെ എന്നെ ഓർക്കുക, ഞാൻ നിങ്ങളെയും ഓർക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആലയാകുന്നു പറയുന്നത്. നിങ്ങളെ എന്നെ ഓർക്കണം, ഞാൻ നിങ്ങളെയും ഓർക്കാം. വഷ്കുറൂ ലീ, നിങ്ങൾ എനിക്ക് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് ജീവിക്കണം. വലാ തക്ഫുറൂൻ, നിങ്ങൾ നന്ദികേട് കാണിക്കുവാൻ പാടില്ല കേട്ടോ. ഇത് ഈമാനിന്റെയും തഖ്വയുടെയും ഫലമാണ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി എന്ന് നാം ദിനേന കേട്ടുകൊണ്ടിരിക്കുന്ന ആയത്തിന്റെ വ്യാഖ്യാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയത് അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് വിശദീകരിക്കുന്നു. എന്താണ് ആ ആയത്തിന്റെ അർത്ഥം? അൻ യുതാഅ ഫലാ യുഅസാ. തഖ്വ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ അനുസരിക്കുക, ധിക്കരിക്കാതിരിക്കുക. വയുദ്കറ വലാ യുൻസാ, അല്ലാഹുവിനെ ഓർക്കുക, മറക്കാതിരിക്കുക. വഅൻ യുശ്കറ വലാ യുക്ഫർ, അല്ലാഹുവിന് നന്ദി ചെയ്യുക, നന്ദികേട് കാണിക്കാതിരിക്കുക. ഇതാണ് തഖ്വയുടെ സാരാംശം എന്ന് അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഈ ആയത്ത് വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നു. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിനെ ഓർക്കുക, മറക്കാതിരിക്കുക, അല്ലാഹുവിന് നന്ദി പ്രകടിപ്പിക്കുക, നന്ദികേട് കാട്ടാതിരിക്കുക. ഇതാണ് വാസ്തവത്തിൽ നമുക്കെല്ലാവർക്കും ചെയ്യുവാനുള്ളത്. നാം ഓരോരുത്തരുടെയും ദൈനംദിന ജീവിതത്തിൽ ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ നന്ദി ചെയ്തു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് അധികമായി തരാം. വലഇൻ കഫർതും, നിങ്ങൾ നന്ദികേട് കാണിച്ചാൽ ഇന്ന അദാബി ലശദീദ്, എന്റെ ശിക്ഷ അതികഠിനമാണെന്ന് മനസ്സിലാക്കണം. ബിശ്ശുക്രി തദൂമുൻ നിഅം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നന്ദി കൊണ്ട് അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ ശാശ്വതമാക്കി വെക്കുവാൻ കഴിയും. അല്ലാഹു നിങ്ങൾക്കുള്ള ചെയ്തിട്ടുള്ള അനുഗ്രഹങ്ങൾ പിൻവലിക്കാതിരിക്കണമെങ്കിൽ, അല്ലാഹു നിങ്ങൾക്ക് ചെയ്തിട്ടുള്ള അനുഗ്രഹങ്ങൾ കാലാകാലം ലഭിക്കണമെങ്കിൽ നിങ്ങൾ നന്ദിയുള്ളവരായി ജീവിക്കണം. ഇതാണ് ഇസ്ലാമിന്റെ സിദ്ധാന്തം. നാം ഓരോരുത്തരുടെയും ദൈനംദിന ജീവിതത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ അനുഭവങ്ങളിലും വാസ്തവത്തിൽ ഈ നന്ദിയുടെ പ്രകടനം ഉണ്ടാവേണ്ടതുണ്ട്. ബൽഖീസിന്റെ കൊട്ടാരം, രാജധാനി, തന്റെ മുമ്പിൽ ആര് കൊണ്ടുവരുമെന്ന് സുലൈമാൻ നബി അലൈഹിസ്സലാം ചോദിച്ചപ്പോൾ ഇഫ്രീത്ത് പറഞ്ഞു, ഞാനിതാ കൊണ്ടുവരാം, നിങ്ങൾ ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റുന്നതിന് മുമ്പ് ഞാനത് കൊണ്ടുവരാം. ഇഫ്രീത്ത് പറഞ്ഞു. പക്ഷേ വേദജ്ഞാനമുള്ള വ്യക്തി പറഞ്ഞു, എന്ത്? താങ്കൾ കണ്ണിമ പൂട്ടി തുറക്കുന്നതിന് മുമ്പ് ഈ രാജധാനി താങ്കൾക്ക് മുമ്പിൽ വന്നു കഴിഞ്ഞിരിക്കും. അപ്പോൾ ആ സന്ദർഭം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയട്ടെ, ഫലമ്മാ റആഹു മുസ്തഖിറൻ ഇൻദഹു, ബൽഖീസിന്റെ അർശ് സിംഹാസനം സുലൈമാൻ നബി അലൈഹിസ്സലാം തന്റെ സന്നിധാനത്തിൽ വന്നിരിക്കുന്നു എന്ന് കണ്ട് ബോധ്യപ്പെട്ടപ്പോൾ ഖാല, അദ്ദേഹം പറഞ്ഞ വാക്കുകൾ, ഹാദാ മിൻ ഫളി റബ്ബി, ഇതെന്റെ നാഥന്റെ അനുഗ്രഹമാകുന്നു. ലിയബ്ലുവനി, ഇത് മുഖേന അവൻ പരീക്ഷിക്കുകയാണ്. അശ്കുറു, ഞാൻ നന്ദിയോടുകൂടി ജീവിക്കുന്നുവോ, അം അക്ഫുറു, ഞാൻ നന്ദികേട് കാണിക്കുന്നുവോ. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ കാര്യത്തിൽ മാത്രമല്ല ഇത്,
നാം ഓരോരുത്തരുടെയും ദൈനംദിന ജീവിതത്തിൽ ആരോഗ്യമുള്ള മക്കളെ കാണുമ്പോൾ, മക്കളുടെ ഉയർച്ച കാണുമ്പോൾ, മക്കൾക്ക് മക്കളായിക്കൊണ്ട് പേരക്കുട്ടികളെ നൽകുകയും ആ പേരക്കുട്ടികൾ വീട്ടിന്റെ ഉമ്മറത്തുകൂടി തുള്ളിച്ചയാടി കളിക്കുന്ന സന്തോഷകരമായ കാഴ്ച കാണുകയും ചെയ്യുമ്പോൾ ഒരു സത്യവിശ്വാസിയായ മനുഷ്യൻ പറയേണ്ട വാക്കുകളാകുന്നു ഇത്. ഹാദാ മിൻ ഫദ്ലി റബ്ബി ലിയബ്ലുവനി അഅശ്കുറു അം അക്ഫുറു. എന്റെ നാഥൻ എനിക്ക് നൽകിയ ഫളിലാകുന്നു, അനുഗ്രഹമാകുന്നു. ഞാൻ നന്ദി കാണിക്കുന്നുവോ നന്ദികേട് കാണിക്കുന്നുവോ എന്ന് നോക്കുവാൻ വേണ്ടി. ഇത് വാസ്തവത്തിൽ നാം ചിന്തിക്കേണ്ട വിഷയമാണ്. ഉറുമ്പിന്റെ വാക്കുകൾ കേട്ടപ്പോൾ സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞ വാക്കെന്താകുന്നു? ഫതബസ്സമ ളാഹികൻ. ചിരിച്ചദ്ദേഹം പുഞ്ചിരി മൊഴിച്ചുകൊണ്ട് പറഞ്ഞു, വഖാല റബ്ബി ഔസിഅനി അൻ അശ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സാലിഹൻ തർളാഹു. സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞത് എന്താണ്? അല്ലാഹുവേ, നിന്റെ ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകടിപ്പിക്കുവാൻ എനിക്ക് നീ തൗഫീക്ക് നൽകണമേ എന്ന വിശിഷ്ടമായ പ്രാർത്ഥനയാണ് ആ അനുഗ്രഹങ്ങൾക്ക് നടുവിലും സുലൈമാൻ നബി അലൈഹിസ്സലാം ഉണ്ടാക്കിയത്. മൂന്നാമത് പറയുന്നു, വബദനൻ അലൽ ബലാഇ സാബിറ. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ പരീക്ഷണങ്ങളിൽ പതറാതെ മുന്നോട്ടു പോകുന്ന ഒരു ശരീരം, സഹനത്തോടും ക്ഷമയോടും കൂടി ഈ സന്ദർഭം കൈകാര്യം ചെയ്യുന്ന ഒരു ശരീരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ഒരു മകൾ, അവരുടെ കുഞ്ഞിന് സകറാത്തുൽ മൗത്തിന്റെ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു എന്ന സന്ദേശം പള്ളിയിലേക്ക് തിരുമേനിക്ക് അയച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാൻ കഴിഞ്ഞു ആ കുഞ്ഞിന്റെ അവസാന സമയമാകുന്നു ഇത്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കെന്താണ്? ഇഖ്റഅ സലാം, എന്റെ മകൾക്ക് സലാം അറിയിക്കൂ. ഫഖുൽ ലഹാ, അവളോട് പറയൂ, ഇന്ന ലില്ലാഹി മാ അഖദ്, അല്ലാഹു എന്താണോ എടുത്തത് അത് അവൻ അവകാശപ്പെട്ടതാകുന്നു. വലഹു മാ അഅത, അവൻ എന്താണോ നൽകിയത് അത് അവനുള്ളതാകുന്നു. കുല്ലു ശൈഇൻ ഇൻദഹു ബിഅജലിൻ മുസമ്മ ഫൽതസ്ബിർ വൽതഹ്തസിബ്. എല്ലാം, ആണാവട്ടെ പെണ്ണാവട്ടെ കുഞ്ഞാവട്ടെ മാതാപിതാക്കന്മാരാവട്ടെ, അവരെല്ലാം തന്നെ നിർണിതമായ ഒരു അവധി വരെ ജീവിക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച അവധി വരെ അവൾ ക്ഷമിക്കട്ടെ, പ്രതിഫലം അല്ലാഹുവിൽ മോഹിക്കട്ടെ എന്ന സന്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്നു. ഒരു പരീക്ഷണത്തെ നബി തിരുമേനി ഏത് രൂപത്തിൽ അതിജീവിച്ചു എന്ന് പറയും. മനുഷ്യന്റെ അവയവങ്ങൾ നഷ്ടപ്പെടാം, പ്രമേഹ രോഗങ്ങൾ മുഖേന, കിഡ്നി സംബന്ധമായ രോഗം മുഖേന, മാരകമായ ക്യാൻസർ മുഖേന, ഇങ്ങനെ തുടങ്ങി ഓരോരോ അവയവങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു സത്യവിശ്വാസിയുടെ മനസ്സിൽ നബി സല്ലല്ലാഹു നൽകുന്ന ആശ്വാസവചനം, ഇദബ്തലൈതു അബ്ദീ ബിഹബീബതൈഹി, രണ്ട് കണ്ണുകൾ നഷ്ടപ്പെടുത്തി എന്റെ അടിമയെ ഞാൻ പരീക്ഷിച്ചു കഴിഞ്ഞാൽ, ഫസബറ, എന്നിട്ടവൻ ക്ഷമിക്കുകയും ചെയ്താൽ, അവ്വൽതുഹു മിൻഹുമാ ബിൽ ജന്ന, സ്വർഗ്ഗത്തിൽ അതിന് പകരം ഞാൻ അവന് കണ്ണുകൾ നൽകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാലഘട്ടത്തിലും ഈ സമൂഹത്തിലും ഈ ലോകത്തിലും ജീവിക്കുന്ന പ്രയാസങ്ങൾ തിന്നുന്ന ആളുകൾ നാളെ പരലോകത്തിൽ അല്ലാഹു അവർക്ക് നൽകുന്ന മഹത്തായ സമ്മാനങ്ങളും പദവികളും കാണുമ്പോൾ സുഖത്തോടുകൂടി ജീവിച്ച ആളുകൾ ഈ സമ്മാന്യമായ സമ്മാനങ്ങളും പദവികളും കാണുമ്പോൾ നാളെ ആഗ്രഹിച്ചു പോകും, തങ്ങൾ ഓരോരുത്തരുടെയും ശരീരത്തിലെ ഓരോ അവയവവും കത്രിക കൊണ്ട് അല്ലാഹു കഷ്ണിച്ച് ഈ ലോകത്ത് മരിപ്പിച്ചിരുന്നുവെങ്കിൽ പരലോകത്ത് ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഈ മഹത്തായ പദവികൾ ലഭിക്കുമായിരുന്നില്ലോ എന്ന് ഈ ലോകത്ത് സുഖത്തോടുകൂടി ജീവിച്ച ആളുകൾ ആഗ്രഹിച്ചു പോകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുസിബ് മിൻഹു, അല്ലാഹു ഒരാൾക്ക് നന്മ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് വിപത്തുകൾ തുടരെ തുടരെ വന്നുകൊണ്ടിരിക്കും. ഇന്നല്ലാഹ ഇദാ അഹബ്ബ ഫുലാനൻ ഇബ്തലാഹു, അല്ലാഹു ഒരാളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് അല്ലാഹു ധാരാളം പരീക്ഷണങ്ങൾ കൊടുക്കും. കുടുംബത്തിലും സ്വന്തത്തിലും മക്കളിലും ഭാര്യയിലും മാതാപിതാക്കന്മാരിലും ഭർത്താവിലും ഇണകളിലും എന്ന് വേണ്ട എല്ലാ രംഗത്തും അയാൾക്ക് പരീക്ഷണങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പരീക്ഷണങ്ങൾ ഏറും തോറും അല്ലാഹു അയാളെ സ്നേഹിക്കുന്നു എന്നാകുന്നു അർത്ഥം. സത്യവിശ്വാസിയായ മനുഷ്യൻ കരഞ്ഞ് കണ്ണീർ വാർത്ത് അല്ലാഹുവിന്റെ സന്നിധിയിൽ
മുറവിളി കൂട്ടി തേങ്ങലോടുകൂടി സങ്കടങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മലക്കുകൾ അള്ളാഹുവിനോട് ചോദിക്കുന്നു, അള്ളാഹുവേ, ഇന്ന മനുഷ്യന്റെ പ്രാർത്ഥനകളും വിലാപങ്ങളും മുറവിളികളും തേങ്ങലുകളും നീ കേട്ടില്ലേ, എന്താണ് അവന്റെ പ്രാർത്ഥനയ്ക്ക് നീ ഉത്തരം കൊടുക്കാത്തത് എന്ന് മലക്കുകൾ സങ്കടത്തോടുകൂടി അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ അള്ളാഹു നൽകുന്ന മറുപടി എന്താണെന്നറിയാമോ? അവന്റെ കണ്ണീർ വീണ്ടും വീണ്ടും കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, അവന്റെ തേങ്ങൽ വീണ്ടും വീണ്ടും കേൾക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, അവന്റെ മുറവിളികൾ എന്റെ അർശിന്റെ സന്നിധാനത്തിൽ വന്നരയ്ക്കട്ടെ, അത് വീണ്ടും വീണ്ടും കേൾക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആ വിറകൊണ്ട പ്രാർത്ഥനയാണ്, ആ കണ്ണീരിന്റെ തേങ്ങലാണ് എനിക്ക് അഭികാമ്യമായത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ വിളിച്ചു പറയും. നോക്കൂ നിങ്ങൾ സത്യവിശ്വാസികളെ, അല്ലാഹു ഏത് രൂപത്തിൽ സ്നേഹിക്കുന്നു എന്ന്. മാ യസാലുൽ ബലാഉ ബിൽ മുഅ്മിനീന ഫീ നഫ്സിഹി വ വലദിഹി വ മാലിഹി ഹത്താ യൽഖല്ലാഹ വമാ അലൈഹി ഖതീഅ. ഒരു സത്യവിശ്വാസിയുടെ ശരീരത്തിലും ധനത്തിലും ജീവനിലും പരീക്ഷണങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അങ്ങനെ അവൻ പരലോകത്ത് വരുമ്പോൾ ഒരു തെറ്റുകുറ്റവും ഇല്ലാത്ത രൂപത്തിൽ മനസ്സും ശരീരവും വളരെ പളുങ്കുപാത്രം പോലെ തിളങ്ങുന്ന രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സന്നിധിയിൽ അയാൾ കടന്നുവരും. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അവസാനം പറയുന്നു, സാലിഹത്തായ ഒരു ഭാര്യ. സാലിഹത്തായ ഭാര്യ ആരാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവചിക്കട്ടെ. തുസിറു ഇദാ നുദിറത്, അവളെ ഭർത്താവ് നോക്കിയാൽ അയാൾക്ക് സന്തോഷമുണ്ടാകും. അവളുടെ വേഷം, അവളുടെ സംസാരം, അവളുടെ പെരുമാറ്റ രീതി, അവളുടെ വേഷഭൂഷാദികൾ, ഇവയെല്ലാം വാസ്തവത്തിൽ കാണുമ്പോൾ ഭർത്താവിന്റെ മനസ്സിൽ സന്തോഷം തളിരിടും. ആനന്ദം പൂത്തുലയും. ആ വീട്ടിൽ സന്തോഷത്തിന്റെ തിരമാലകൾ തീർച്ചയായും ഉണ്ടായിക്കൊണ്ടിരിക്കും. തുസിറു ഇദാ നുദിറത്, അവളെ നോക്കിയാൽ അവൾ സന്തോഷം പകരും. അവളോട് കൽപ്പിച്ചു കഴിഞ്ഞാൽ അവൾ അനുസരിക്കും. അനുസരണയുള്ള പെൺകുട്ടിയായിരിക്കും അവൾ, സാലിഹത്തായ സൗജത്ത്. ഭർത്താവിന്റെ അസാന്നിധ്യത്തിൽ അയാളുടെ എല്ലാ അവകാശങ്ങളും സംരക്ഷിക്കുകയും പാതിവൃത്യം കാക്കുകയും ജീവിത വിശുദ്ധിയോടുകൂടി കഴിയുകയും ചെയ്യുന്ന സദ്വൃത്തയായ പെൺകുട്ടിയായിരിക്കും അവൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെൺകുട്ടികളെ പറ്റി പറഞ്ഞില്ലേ? എന്താ പറഞ്ഞത്? പരിശുദ്ധമായ ഹദീസുകളിൽ നോക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അങ്ങേയറ്റം ആശ്വാസം നൽകിയത് പെൺകുട്ടികൾക്കും മാതാക്കൾക്കും സ്ത്രീകൾക്കുമാണ്. ഇദാ സല്ലത്തിൽ മർഅതു ഖംസഹാ വസാമത് ശഹ്റഹാ വഅതാഅത് ബഅലഹാ ദഖലത് മിൻ അയ്യി അബ്വാബിൽ ജന്നതി ശാഅത്. ദഖലത് മിൻ അയ്യി അബ്വാബിൽ ജന്നതി ശാഅത്. ഒരു സ്ത്രീ 5 നേരം നമസ്കരിച്ചു. വളരെ മിനിമം കാര്യങ്ങൾ മാത്രം. ഒരു സ്ത്രീ 5 നേരം നമസ്കരിച്ചു. വസാമത്ത് ശഹ്റഹ, പരിശുദ്ധ റമളാനിൽ അവൾ നോമ്പ് നോറ്റു. വഅതാഅത് ബഅലഹ, അവളുടെ ഭർത്താവിനെ അവൾ അനുസരിച്ചു. ഈ 3 കാര്യങ്ങൾ കൃത്യതയോടുകൂടി ഒരു പെൺകുട്ടി ചെയ്തു കഴിഞ്ഞാൽ ദഖലത് മിൻ അയ്യി അബ്വാബിൽ ജന്നതി ശാഅത്, അവൾ ഉദ്ദേശിക്കുന്ന സ്വർഗത്തിന്റെ ഏത് വാതിലിൽ കൂടിയും കടക്കുവാൻ അവൾക്ക് അല്ലാഹു അനുവാദം കൊടുക്കും. 3 കാര്യങ്ങൾ: നമസ്കരിക്കുക, നോമ്പ് നോൽക്കുക, ഭർത്താവിനെ അനുസരിക്കുക. ഇത്രയും കാര്യങ്ങൾ ഒരു സ്ത്രീ ചെയ്തു കഴിഞ്ഞാൽ സ്വർഗത്തിൽ അവൾ ആഗ്രഹിക്കുന്ന വാതിലിൽ കൂടി കടക്കുവാൻ അവൾക്ക് അല്ലാഹു അനുഗ്രഹം നൽകും. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന സൂചന. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ലിസാനുൻ സാകിർ വഖൽബുൻ ഷാകിർ വബദനുൻ അലൽ ബലാഇ സാബിർ വസൗജത്തുൻ സാലിഹ. ഈ 4 ഘടകങ്ങളും മേളിക്കുന്ന ഭാഗ്യമുള്ള ജീവിതം അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.